വെൽക്കം ടു അനദർ ട്രാവൽ സ്റ്റോറി ഫ്രം എ ലിറ്റിൽ ബിറ്റ് ഓഫ് us. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒരു ഫാൻറ്റസി മൂവിയുടെ ലൊക്കേഷൻ പോലെയില്ലേ? ദിസ് ഈസ് പിച്ചാവരം, the second largest mangrove forest in the world. Where are you? പിച്ചാവരം. ഇത് നമ്മുടെ തമിഴ്നാട്ടിലാണുള്ളത്. ചിദംബരത്ത് നിന്നും ഒരു അരമണിക്കൂർ യാത്രയുള്ളൂ ഇങ്ങോട്ട്. സോ ഇഫ് യു ആർ വിസിറ്റിംഗ് ദിസ് ഏരിയ, ഡെഫിനറ്റ്ലി യു ഷുഡ് കം ആൻഡ് ഹാവ് എ ലുക്ക്. A heaven for bird lovers and nature lovers. ഇത് രണ്ട് എസ്റ്റുവറിയുടെ നടുവിലാണ് കിടക്കുന്നത്. ഓൺ ദ നോർത്ത് വെല്ലാർ എസ്റ്റുവറി ആൻഡ് ഓൺ ദി സൗത്ത് ദർ ഇസ് കോളറോൺ എസ്റ്റുവറി. വാട്ട് മേക്സ് ദിസ് പ്ലേസ് ഓസം എന്നല്ലേ? ഒരു മാസീവ് 1100 ഹെക്ടേഴ്സ് ആണത്. 40 islands are there in this forest and a variety of flora and fauna separated from the Bay of Bengal by a sandbar. The best part is ഇതിൻ്റെ ഈ ലാൻഡിനകത്ത് മനുഷ്യനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. സോ ഐ തിങ്ക് ദി ആനിമൽസ് ആർ ലിവിങ് പീസ്ഫുള്ളി ദെയർ ഹൂഎവർ ദേ ആർ. ഈ സ്ഥലത്തിന് നമുക്കൊരു ലിവിങ് ലബോറട്ടറി എന്ന് വേണമെങ്കിൽ പറയാം. These trees are permanently rooted in the shallow water and it's a rare global site. At least 23 species of mangroves ഉണ്ട് ഇവിടെ and more than 200 species of birds have been recorded here. ഇങ്ങോട്ട് വരാനായിട്ട് TTDC, അതായത് തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കുക. ദർ ആർ റോ ബോട്ട്സ് ആസ് വെൽ ആസ് മോട്ടോർ ബോട്ട്സ്. ഐ സജസ്റ്റ് യു കം ബൈ ദ റോ ബോട്ട്സ്. അങ്ങനെയാണെങ്കിൽ കുറേയും കൂടെ ഡീപ്പറായിട്ടുള്ള നാരോവർ കനാൽസിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇത് നമ്മൾ വിചാരിച്ചത് വെള്ളത്തിൽ ഇങ്ങനെ കുറേ ചെടികളാണെന്നല്ലേ, പക്ഷേ ആക്ച്വലി there is land inside this mangrove. അതിനകത്ത് കുറുക്കന്മാരും സീലും ഉണ്ടെന്നാണ് പറഞ്ഞത്. വാട്ടർ ആനിമൽ അവരൊക്കെയാണ് ഇതിനകത്ത് താമസിക്കുന്നത്. അവർ സമാധാനമായിട്ട് ജീവിക്കുന്നു ബിക്കോസ് മാൻ കനോട്ട് റീച്ച് ദേർ. കുറച്ചുള്ളിലേക്ക് പോകുന്നവരും it becomes dense. We are just at the starting point. എത്ര കിലോമീറ്റർ ഉണ്ട് ഇത് മൊത്തം? 45 സ്ക്വയർ കിലോമീറ്റർ. 45 സ്ക്വയർ കിലോമീറ്റർ. 45 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് അതിൻ്റെ ഏരിയ എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ പുതിയ ഡ്രോൺ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് വർക്കിംഗ് പ്രോപ്പർലി. അതിനി വെള്ളത്തിലേക്ക് വീണ് പോയാലോ എന്ന് പേടിച്ചിട്ട് ദെൻ ഐ ഗേവ് അപ്പ് ദി അറ്റംപ്റ്റ്. സോ ദർ ആർ നോ ഡ്രോൺ ഷോട്ട്സ് അൺഫോർച്ചുനേറ്റ്ലി. അതർവൈസ് ഇത് മോളിൽ നിന്ന് കാണുകയാണെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഓസം. November to February ആണ് ഐഡിയൽ ടൈം ടു വിസിറ്റ് ബിക്കോസ് ഓഫ് ദ പ്ലെസൻറ്റ് വെദർ. ഒരു അഡീഷണൽ ടിപ്പ് പറയാം. ഏർലി മോർണിംഗിൽ വരികയാണെങ്കിൽ തിരക്കുണ്ടാവില്ല. ആൻഡ് ഇഫ് യു ക്യാൻ ടിപ്പ് ദീസ് ബോട്ട്മെൻ ലിറ്റിൽ എക്സ്ട്രാ, ദേ വിൽ ടേക്ക് യു ലിറ്റിൽ ഡീപ്പർ ഇൻ ടു ദ നാരോവർ ആൻഡ് മോർ സീനിക് കനാൽസ്.
ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ വേറൊരു ലോകം പോലെയാണ്. നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മുടെ ഈ ബോട്ട് തുഴയുന്ന ശബ്ദവും കിളികളുടെ ശബ്ദവും മാത്രമുള്ള ഒരു അത്ഭുത ലോകം. ഡിസംബർ 26 വന്ന സുനാമിയിൽ ഈ മാൻഗ്രൂവ് ഫോറസ്റ്റ് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് പ്ലേ ചെയ്തിട്ടുള്ളത്. ഇറ്റ് പ്രൊട്ടക്റ്റഡ് അറൗണ്ട് 4,500 പീപ്പിൾ ലിവിങ് ഇൻ ദിസ് ലൊക്കാലിറ്റി, അറൗണ്ട് 900 ഫാമിലീസ് ഫ്രം ദി ക്ലച്ചസ് ഓഫ് സുനാമി. I think that is a very big lesson for us, the human beings. Need for protection and preservation of these kind of forest ecosystems. വഴിയുള്ള മാതിരി തെരിയില്ലേ അങ്ങ്? ഒന്നും ചെയ്യില്ല. അങ്കിളിനെ അറിയാം. നമ്മള് റിവേഴ്സ് പോവാ വണ്ടി. ഡക്ക് 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 എന്റെ പിന്നില് വണ്ടി റിവേഴ്സ് എടുക്കണ കാണിച്ചു തരാം കേട്ടോ. ദിസ് ഇസ് എ ഡെഡ് എൻഡ് ഓഫ് മാൻഗ്രോവ്സ്. ഈ വഴിയില്ല. ഞങ്ങളിവിടെ എത്തിയപ്പോൾ വണ്ടി റിവേഴ്സ് അടിക്കേണ്ടി വന്നു. എന്നെ കുട്ടി പേടിച്ച് ഇവിടെ ഇരിക്കുക. പിച്ചാവരം ഫോർ യു. ഞങ്ങളൊരു ടൈറ്റാനിക് പോസ് എടുക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നപ്പോഴേക്കും ദാ വന്നു പിന്നെയും കുറച്ച് മരങ്ങൾ. സോ വി ഹാഡ് ടു ഡക്ക് അഗൈൻ. Can you describe it in words? അന്നുവിന് ഇൻ്റർവ്യൂ ആണ് ഈ സ്ഥലത്തിനെ പറ്റിയിട്ട് വൺ വേർഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ഐ എം ഗിവിംഗ് ഹർ എ ന്യൂ വേർഡ്, ഫാൻറ്റബുലസ്. You made your own word today? Now it's time to leave this beautiful place and go back to the mainland.
Till I come back with another travel story, keep watching A Little Bit of Us.